സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയാണ്. ഒന്ന് രണ്ട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സാധാരണ പുതിയ ആളുകൾക്ക് എപ്പോഴും ആക്ഷൻ പറയുമ്പോഴാണ് ടെൻഷൻ. ആക്ഷൻ എന്ന് കേൾക്കുമ്പോൾ തൊട്ട് ഫിലിം ഓടുന്ന ശബ്ദവും കാര്യങ്ങളൊക്കെ ആയിട്ട് ടെൻഷൻ ആവുന്നു. കട്ട് എന്ന് പറയുമ്പോൾ അവർ റിലാക്സ്ഡ് ആവും. എന്നാൽ ഇവരുടെ സിനിമയിൽ അഭിനയിച്ചപ്പോൾ മാത്രം ആക്ഷൻ പറയുമ്പോൾ വലിയ ടെൻഷനില്ല, കട്ട് പറയുമ്പോൾ ടെൻഷൻ ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് സിദ്ദിഖ് സാറിന് പതിഞ്ഞ ശബ്ദവും ലാൽ സാറിന് വലിയ ശബ്ദവുമാണ്. അപ്പം അഭിനയിക്കാൻ വന്ന് നിൽക്കുമ്പം ആക്ഷൻ കട്ട് കേട്ട് കഴിയുമ്പം ബാക്കി എല്ലാവരും ഒരു കുറച്ച് നിമിഷത്തേക്ക് പേടിച്ചു. അപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് കലാഭവൻ്റെ ഒക്കെ പ്രോഗ്രാം നടക്കുന്ന കാലത്ത് നമ്മുടെ ലാൽ സാറ് പെൺവേഷങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഉള്ളതാണോ? കലാഭവന്റെ കാലത്തല്ല, ലാല് സ്കൂൾ കാലഘട്ടത്തിൽ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ലാല് പെൺവേഷമാണ് ചെയ്യുന്നത്. അതിന്റെ പ്രധാന കാരണം ലാലിന്റെ ശബ്ദം ഫീമെയിൽ വോയിസ് ആയിരുന്നു അന്ന്. ആ വോയിസാണ് ഇന്ന് ഈ രൂപത്തിൽ. ഏറ്റവും പുളിപ്പുള്ള മാങ്ങയ്ക്കാണ് ഏറ്റവും കൂടുതൽ മധുരം വരുന്നതെന്ന് പറഞ്ഞ പോലെ അത് മാറിയാണ് ഇത്രയും ഇതിലുള്ള ശബ്ദത്തിലേക്ക് വന്നിരിക്കുന്നത്. രമേശേട്ടാ, സിദ്ദിഖ് സാറിന്റെ ഒട്ടുമിക്ക ചിത്രങ്ങളിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണ് ശ്രദ്ധിച്ചത്? ഒരുപാട് പുതുമുഖ നായികമാരെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഗീതാ വിജയൻ ചേച്ചി ഉണ്ട്, അതുപോലെ തന്നെ മാഡം. രേഖയൊക്കെ തമിഴിലായിരുന്നു, പക്ഷെ മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കനക. അതെ. അപ്പോൾ അത് സാർ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? നമുക്ക് നമ്മളെ പോലുള്ള എളിയ കലാകാരന്മാർക്ക് അവസരം. അത് പ്രധാനമായിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡേറ്റ്സ് നമുക്ക് ചിലപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരിക, ഹീറോയുടെ ഡേറ്റ്സ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് വരിക. അപ്പോൾ നമുക്ക് ഫുൾ ഡേറ്റ്സ് ഇവരുടെ വേണ്ടി വരും. ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവർക്ക് ഇത്രയും ഡേറ്റ്സ് നമുക്ക് തരാൻ പറ്റില്ല ചിലപ്പോൾ. അപ്പോൾ നമുക്ക് ഹോൾ ഷെഡ്യൂളിൽ ഫ്രീ ആയിട്ടുള്ള ഒരാളെ വേണം എന്നുള്ള ആവശ്യം വരുമ്പോൾ നമ്മളെപ്പോഴും പുതിയ ആളെ പോകും. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഡേറ്റ് തരാൻ താല്പര്യമുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റുകളെ നോക്കും. പിന്നെ വേറെ രണ്ടാമത്തെ കാര്യം, പിന്നെ ചില ക്യാരക്ടേഴ്സ്, പുതിയ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ പുതിയ ആൾ കുട്ടി ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ള ചില ക്യാരക്ടേഴ്സ് വരുമ്പോഴും നമ്മളത് അങ്ങനെ ശ്രദ്ധിക്കും. ഇങ്ങനെ പല കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഈ രേഖ മാം ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞൊരു കാര്യം, കമലഹാസൻ്റെ ഒക്കെ ഹീറോയിനായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മലയാളത്തിലേക്ക് വരുന്നത്. അപ്പം വരുന്ന വരെ അവർ വിചാരിച്ചത് ഫാസിൽ സാർ പാച്ചിക്കയാണ് ഈ പടം ഡയറക്റ്റ് ചെയ്യുന്നതെന്നാണ്. ഇവിടെ വന്നു കഴിഞ്ഞാണ് അറിയുന്നത് രണ്ട് പുതിയ ആൾക്കാരാണ് ഈ പടം സംവിധാനം ചെയ്യുന്നതെന്ന്. എന്നിട്ട് ഫാസിൽ സാറോ ആരോ ഒരു ഗ്യാരണ്ടി കൊടുത്തു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല? രേഖ ഭയങ്കര ഇമോഷണലായി. ഞാൻ ഫാസിൽ സാറിൻ്റെ പടമാണെന്ന്, മലയാളത്തിൽ ഫാസിൽ സാറിൻ്റെ ഇൻട്രൊഡക്ഷൻ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഈ പടത്തിൽ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ രണ്ട് വയ്യന്മാർ താടിയൊക്കെ വളർത്തി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഇമോഷണലായപ്പോൾ ഫാസിൽ സാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ രേഖയുടെ ഫസ്റ്റ് ഷോട്ട് മലയാളത്തിൽ ഞാൻ എടുക്കാം എന്ന് പറഞ്ഞിട്ട് രേഖയുടെ പടത്തിലൊരു ഫസ്റ്റ് ഷോട്ട് രേഖയുടെ എടുത്ത് അതിനകത്ത് വളരെ രസകരമായ ഇതിന് പിന്നണിയിൽ വേറൊരു സംഭവം നടന്നു. അപ്പോൾ അന്ന് രേഖ അഭിനയിക്കാൻ വരുന്നു. രേഖയുടെ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നു. ഫാസിൽ സാറ് പറയുന്നു, സ്റ്റാർട്ട് ക്യാമറ പറയുന്നു, കട്ട് പറയുന്നു. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൈകെട്ടി മാറി നിൽക്കുകയാണല്ലോ, രേഖയുടെ ഇതല്ലേ. ആ സീൻ കുറച്ച് ഫാസിൽ സാർ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു, ഫാസിൽ സാറ് പോയി. പക്ഷേ അന്ന് അവിടെ ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റുകൾ പുറത്ത് പോയി പറഞ്ഞിട്ട്, ഈ രണ്ട് പിള്ളേർ ഭയങ്കര രസികന്മാരാണ്, നല്ല രസമായിട്ട് അവർ പടം അവരുടെ ചെയ്യുന്നുണ്ട്, അവരെ കൊണ്ട് അടുത്ത പടം ചെയ്യുന്ന നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡ്യൂസർ അഡ്വാൻസുമായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് പ്രൊഡ്യൂസർ ഇത് നമ്മളറിയുന്നില്ല. അപ്പോൾ പ്രൊഡ്യൂസർ നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൈകെട്ടി മാറി നിൽക്കുന്നു. ഫാസ്റ്റ് സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ, കട്ട് ഒക്കെ പറയുന്നു, അടുത്ത ഷോട്ട് പറയുന്നു, എല്ലാം രേഖയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. പുള്ളി കാർ എടുത്ത് അപ്പം തന്നെ പോയി കളച്ചു. വയസ്സ് ഇന്നത്തെ വയസ്സ് കണക്കൂട്ടാനല്ലേ, പള്ളി പോയി പറഞ്ഞാൽ മതി. അന്നത്തെ ചെറുപ്പക്കാരായിരുന്നു, ന്യൂ ജനറേഷൻ. എനിക്ക് തോന്നുന്നു 28 or 27 ആ സമയത്താണ്. എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷവുമാണ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആകുന്നത് പോലും വിവാഹം കഴിഞ്ഞതിന് ശേഷം. അപ്പൊ ഡയാനയുടെ പ്രായത്തില് ഇക്ക പടം ചെയ്ത് കഴിഞ്ഞു. ഡയാനയ്ക്ക് അത്ര പ്രായമായോ?